ഹിസ്ബുള്ള നേതാവിന്റെ വധത്തോടെ യുദ്ധവ്യാപന സാധ്യത കനക്കുകയാണ്. മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെയാണ് ഇസ്രയേൽ വധിച്ചത്. വെസ്റ്റ് ബാങ്കിലെ തുൽക്കറമിൽ ഇസ്രയേൽ സേനയും ഫലസ്തീനികളും തമ്മിൽ കനത്ത ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലെത്തും. വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് സ്വാലിഹ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സ്വാലിഹ്, ഇപ്പോൾ ഈ യുദ്ധവ്യാപന സാധ്യത ഏറുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ്? പ്രധാനമായും ഈ ഹിസ്ബുള്ള നേതാവിനെ വധിച്ചത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കിയിട്ടുണ്ടോ? രേഷ്മ, ഹമാസ് നേതാവ് ആറൂരിയുടെ വധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ അറൂരിയെ വധിച്ചത് ഹിസ്ബുള്ളയുടെ ഓഫീസുകൾ അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. ഹിസ്ബുള്ളക്കും ഹമാസിനും ഒരേ സമയം താക്കീത് നൽകുന്ന രൂപത്തിലായിരുന്നു ഇസ്രായേൽ ആക്രമണം. ഇപ്പോൾ ഒരിക്കൽ കൂടി മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ ഹിസ്ബുള്ളയുടെ റിദ്വാൻ ഫോഴ്സിന്റെ യൂണിറ്റ് ഉപമേധാവി വിസാം അൽ തവീൽ എന്നയാളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ സേന മജ്ദുൽ സലം എന്ന സ്ഥലത്താണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാറിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയാണ് അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നത്. നേരത്തെ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ അറൂരിയുടെ വധത്തിന് പിന്നാലെ മേഖലയിൽ വലിയ യുദ്ധവ്യാപന ഭീതി കനത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഹിസ്ബുള്ള നേതാവിനെ തന്നെ നേരിട്ട് ആക്രമിച്ച് ഇസ്രായേൽ വധിച്ചിരുന്നത്. ഈ ടെൻഷൻ, അതായത് വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലെ ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം കനക്കുന്നു, ഒരു യുദ്ധത്തിലേക്ക്, നേരിട്ടുള്ള കര ആക്രമണത്തിലേക്ക് പോകുമെന്ന ഭീതി നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ ലബനൻ അതിർത്തിയിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഇസ്രായേൽ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇത് ഹിസ്ബുള്ളയടക്കം തള്ളുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരാക്രമണം വീണ്ടും പ്രദേശത്ത് യുദ്ധവ്യാപന ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബ്ലിങ്കൻ അടക്കം പശ്ചിമേഷ്യയിൽ എത്തുന്നത്. ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേലിൽ എത്തുന്നുണ്ട്. ഇസ്രായേലിൽ യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധം വ്യാപിക്കുന്നതിനോട് അമേരിക്കയ്ക്ക് യോജിപ്പില്ല എന്ന കാര്യം ഇസ്രായേലി വാർ ക്യാബിനറ്റിനെ ഈ ബ്ലിങ്കൻ ബോധിപ്പിക്കും എന്നാണ് US നിന്നുള്ള വ്യത്യസ്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് മറുപടിയായി ഇസ്രായേൽ പറയാനിരിക്കുന്ന കാര്യമായി വിവിധ ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾ യുദ്ധം പടിപടിയായി നിർത്താം, അതിന് നിങ്ങൾ ബന്ദിമോചന ചർച്ച വീണ്ടും സാധ്യമാക്കണം, ബന്ദിമോചനം സാധ്യമാക്കണം. ഇതിന്റെ പുരോഗതിക്കനുസരിച്ച് ഫലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ ഞങ്ങൾ അനുവദിക്കാം എന്ന പ്രഖ്യാപനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് വിവിധ ഇസ്രായേലി മാധ്യമങ്ങൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേലിലെത്തും. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടക്കം ബ്ലിങ്കൻ കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഇസ്രായേൽ അതിൻ്റെ അതിർത്തിക്ക് പുറത്ത്, ഗസയ്ക്ക് പുറത്ത്, വെസ്റ്റ് ബാങ്കിന് പുറത്ത് വിവിധയിടങ്ങളിൽ ഇപ്പോഴും വലിയ തോതിലുള്ള ആക്രമണം തുടരുന്നത് യുദ്ധവ്യാപന ഭീതി വർദ്ധിപ്പിക്കുന്നതാണ്. രേഷ്മ, ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറമിലടക്കം കനത്ത ആക്രമണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടെ എന്താണ് സ്വാലി സംഭവിക്കുന്നത്? വെസ്റ്റ് ബാങ്കിലെ തുൽക്കറമിൽ വിവിധ ഇടങ്ങളിലായി ഇസ്രായേൽ സേന ഇപ്പോഴും നിലയുറപ്പിച്ച് ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ തെരുവിൽ നിന്നിരുന്ന 3 ഫലസ്തീനികളെ ഇസ്രായേൽ സേന വധിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ ശരീരത്തിലൂടെ കൊല്ലപ്പെട്ട് പരിക്കേറ്റ് റോഡിൽ കിടന്നിരുന്ന ഒരാളുടെ ശരീരത്തിലൂടെ ഇസ്രായേലി സൈന്യം അവരുടെ വാഹനം കയറ്റി ഇറക്കുന്ന ദൃശ്യം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുന്നുണ്ട്. ഇത് വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയാണ്. പരിക്കേറ്റ് മൃതപ്രായനായി റോഡിൽ കിടന്നിരുന്നയാളെയാണ് ഇസ്രായേൽ സേന ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. രക്തം തടം കെട്ടിയിരിക്കുന്നത് കാണാം. രക്തം, ഈ വാഹനം പോയ വഴിയെ രക്തം പടർന്നു കിടക്കുന്ന കാഴ്ചയും ഇവിടെ കാണുന്നുണ്ട്. ഈ ഇസ്രായേലിന്റെ വംശഹത്യയുടെ കാഴ്ചകളാണ് വെസ്റ്റ് ബാങ്കിലും അതേസമയം ഗസയിലും കാണുന്നത്. ഗസയിൽ 2 ആശുപത്രികൾക്ക് സമീപമാണ് ഇസ്രായേൽ സേന വലിയ തോതിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണം കടുപ്പിച്ചത്. മധ്യ ഗസയിൽ അൽ അക്സ ആശുപത്രിക്ക് സമീപവും തെക്കൻ ഗസയിൽ കുവൈത്തി ആശുപത്രിക്ക് സമീപവുമാണ് ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടായത്. രേഷ്മ.